ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ റിലീസായിട്ടുണ്ട്. ഇത് തിയേറ്ററിക്കലി അവതാറിൻ്റെ കൂടെയൊക്കെ റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞാണ്. എനിക്ക് കിട്ടിയില്ല. ചിലവർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഐമാക്സ് ന്യൂസിലൊക്കെ ചിലവിടൊക്കെ പ്ലേ ആയിട്ടുണ്ടെന്ന് കേട്ടു. ഇപ്പോൾ ഇത് ഓൺലൈനിൽ യൂട്യൂബിൽ ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് റിലീസായിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് സോ ഇൻട്രസ്റ്റിംഗ്. അതിൻ്റെ ഹൈപ്പിനെ ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കുന്നൊരു പരിപാടി. ഇതിൽ നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടത് ഒന്നുമല്ല. ഒന്നും കണ്ടിട്ടില്ല. ആക്ച്വലി നോളൻ ചെയ്ത അല്ലെങ്കിൽ നോളൻ്റെ കരിയറിലെ ഇത്രയധികം ഫാൻറ്റസി എലമെൻറ്റ്സ് നിറഞ്ഞ ഇത്രയധികം എപ്പിക് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ ഒരുപക്ഷേ ഇതായിരിക്കും കാണാൻ പോകുന്നത്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. ഇതുവരെയുള്ള സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ മറ്റ് ഡ്രാമ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള നോളൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൺകിർക്ക് അതൊരു വാർ ബേസ്ഡ് മൂവിയാണ്. അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് മൂപ്പർ എടുത്തിട്ടുള്ളത് നമുക്കറിയാം. ബാക്കിയുള്ളതെല്ലാം സൈഫൈ സിനിമകളായിരിക്കും. ഇപ്പോൾ ഓപ്പൺഹൈമർ ഒഴിച്ച് ബാക്കിയെല്ലാം സൈഫൈ മോഡലുള്ള പടങ്ങളാണ്. ആദ്യമായിട്ടാണ് മൂപ്പര് ഇങ്ങനെ ഒരു ഫാൻറ്റസി എലമെൻറ്റിലുള്ള ഒരു പടം എടുക്കാൻ പോകുന്നത്. അതും ഗ്രീക്ക് മിത്തോളജീനെ ബേസ് ചെയ്ത്, അതും CG അധികം യൂസ് ചെയ്യാത്ത നോളൻ ഇതിൽ ഇപ്പോൾ മോൺസ്റ്റേഴ്സിനെ കാണിക്കണം, സൈക്ലോപ്സിനെ കാണിക്കണം. ഒരു ഒരു പ്രോപ്പർ അഡ്വെഞ്ചറാണ്, ഒരു പ്രോപ്പർ വോയേജാണ്, ഒരു പ്രോപ്പർ മിത്തോളജിയാണ് ഗ്രീക്ക് മിത്തോളജി. അത് ഇങ്ങനത്തെ ഒരു ഡയറക്ടർ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റും. അത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് കുറച്ചും കൂടി കൂടിയെന്ന് പറയാം. കാരണം ഈ ട്രെയിലറിൽ കാണിച്ചതൊന്നുമല്ല, ഒന്നും കാണിച്ചിട്ടില്ല. അത് അവർ കാണിക്കാതെ എന്താണ് ഒരു പടത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഇതിൽ കാണിക്കാൻ പറ്റും. ജസ്റ്റ് ആ ഒരു സൈക്ലോപ്സിൻ്റെ ഒരു ഷോട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഗ്ലിംസ് പടത്തിലിങ്ങനെ നമുക്ക് എലാബറേറ്റായിട്ട് കിടക്കണം. അത് തന്നെയാണ് ഫുൾ ഓൺ ഫുൾ പടം. അല്ലാതെ ഈ നിങ്ങൾ ഈ കാണുന്ന ഒരു ഒരു ജസ്റ്റ് ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു കടൽ യാത്ര മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ പോകുന്നുണ്ട്. പ്രോപ്പർ മിത്തോളജിയാണ്. ഈ ഗോഡ്സും മോൺസ്റ്റേഴ്സും ഒക്കെ അടങ്ങുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്രീക്ക് ഗോഡ്സുകൾ അറിയില്ല, അദീന, സ്യൂസ്, അങ്ങനത്തെ ആ രീതിയിലുള്ള സെറ്റപ്പാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ചങ്ങായി നോളനെ പോലുള്ള ഡയറക്ടർ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇതിലെ ഈ സിനിമയുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. ആൻഡ് ഇതിൻ്റെ കാസ്റ്റ് ലിസ്റ്റാണ് ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ അവഞ്ചേഴ്സ് പോലെയുള്ള മൾട്ടി സൂപ്പർ ഹീറോ സിനിമകൾ ഒഴിച്ച് ഒരു സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു കാസ്റ്റ് അല്ലെങ്കിൽ ഇത്രയും ഒരു ആപ്റ്റായിട്ടുള്ള ഇത്രയും വലിയൊരു കാസ്റ്റ് ഈ അടുത്ത് ഞാൻ കാണുന്നത് വേറെ പടങ്ങൾക്കൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ നോളൻ തന്നെ മറ്റ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയുടെ ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുൾഫില്ലിങ്. ഒരു നോളൻ പടത്തിൽ ആൾക്ക് വേണ്ട ഒരു പ്രോപ്പർ ക്രൂ തന്നെയുണ്ട് ഈ ഒരു പടത്തിൽ കംപ്ലീറ്റ് ആയിട്ട്. അതിപ്പോൾ മാറ്റ് ഡേമണിൻ്റെ ക്യാരക്ടർ മുതൽ ടോം ഹോളണ്ട്, ആനി ഹത്വേ, റോബർട്ട് പാറ്റിൻസൺ, സെൻഡയ, ചാർലിസ് തിറൺ, ജോൺ ബെർണദൽ, മിയ ഗോത്ത്, എലിയോട്ട് പേജ്, ഇങ്ങനെ ഇതിൻ്റെ കാസ്റ്റ് ലിസ്റ്റ് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അത് ഇതിൽ എല്ലാവർക്കും ഒന്നും വലിയ റോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം അതിനുള്ള സ്പേസ് ഇല്ല. കൂടുതലായിട്ട് നമ്മുടെ മാറ്റ് ഡേമണിൻ്റെ ക്യാരക്ടറിനെ കേന്ദ്രീകരിച്ചായിരിക്കും പോവുക. പിന്നെ മാറ്റ് ഡേമൺ ആണ് ഇതിൽ മെയിനായിട്ട് ഈ ഒഡീസസ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അവതരിപ്പിക്കുക. ദെൻ ആളുടെ ഭാര്യയായിട്ട് പെനലപ്പായിട്ടായിരിക്കും നമ്മുടെ ആനി ഹത്വേ. ദെൻ മകനായിട്ടുള്ള ക്യാരക്ടറായിരിക്കും നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ. സോ ഇവരെയൊക്കെ കൂടുതലായിട്ടും കേന്ദ്രീകരിച്ചായിരിക്കും. കൂടുതലായിട്ടും മാറ്റ് ഡേമൺ ആളുടെ വോയേജാണ്, ആളുടെ ഒരു ജേണിയാണ് മുഴുവനായിട്ട് നമുക്ക് കാണിച്ചു തരാം. ആൻഡ് എന്നെ ഇത് എക്സൈറ്റ് ചെയ്യിപ്പിക്കാനുള്ള മറ്റൊരു ഘടകങ്ങളിലൊന്ന് എനിക്കിതിൻ്റെ കഥ ഏകദേശം അറിയാം. ഞാൻ ഇതിൻ്റെ വേറൊരു അഡാപ്റ്റേഷൻ ഉണ്ട്, സെർസി എന്ന് പറഞ്ഞിട്ട്. ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. സോ ഇതിൽ ഈ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടർ, ഈ സെർസി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇന്ത്യയുടെ ഈ ഒരു സിനിമയിലൊക്കെ വരുന്നുണ്ട്. ഇതിലായിട്ട് മെയിനായിട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് മിത്തോളജിയാണ്. ഞാൻ അധികം സ്പോയിലർ അത് പറയാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഈ ഒരു ടോട്ടൽ ഈ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്ന കഥ കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, വേണമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യും. ഇതിൽ അധികം സ്പോയിലർ ഇല്ലാതെ ഇതിൽ ഒരു വൺ ലൈൻ പോലെ ഇതിൽ ഈ സിനിമയിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ ഗ്രീക്ക് മിത്തോളജിയിൽ ഹോമർ എന്ന് പറഞ്ഞൊരു പോയിറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ വാൽമീകി എഴുതിയ രാമായണം പോലെ തന്നെ ഗ്രീക്ക് മിത്തോളജി ചെയ്തിട്ടുള്ള ഈ ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു വലിയൊരു എപ്പിക് സാഗയാണ്. അതിലുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് ഈ സെർസിയും ഈ ഒഡീസിയസും ദെൻ അങ്ങനത്തെ കുറച്ച് ഈ പെനലപ്പും അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ തന്നെ. സോ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് ലൈൻ എന്താണെന്ന് അറിയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ട്രോയ് എന്ന് പറഞ്ഞ പടം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യമേ ഇത് കണ്ടു വെക്കുക. ആ പടത്തിൻ്റെ റീമേക്ക് ആണെന്നൊക്കെ പലർക്കും തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊലോഗൊക്കെ കണ്ടപ്പോൾ ഇതിനൊരു 6 മിനിറ്റ് പ്രൊലോഗൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഐമാക്സിലൊക്കെ. അതിൽ മറ്റേ ഈ ട്രോജൻ ഹോഴ്സിനൊക്കെ കാണിക്കുമ്പോൾ പലരും ഇത് ട്രോയിൻ്റെ റീമേക്ക് ആണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതും നല്ല പരിപാടി. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ആ ട്രോയ് സിനിമയിൽ നമ്മൾ കാണുന്ന ആ ഒരു ട്രോജൻ വാർ അത് കഴിഞ്ഞിട്ടുള്ള ഇവൻറ്റ്സ് ആയിരിക്കും നമുക്ക് കാണിച്ചു തരാം. ഈ ട്രോജൻ വാറിൽ പങ്കെടുത്ത അതിൽ സക്സസ് ആയ മെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ പറയുന്ന ഒഡീസസ്. സോ ഈ ഒഡീസസ് ഈ ഒരു ട്രോജൻ വാർ കഴിഞ്ഞ് തിരിച്ച് ആളുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു വോയേജ് ഉണ്ട്. ആ ഒരു പോക്കിൽ വീട് എത്രയും തൊട്ട് മുമ്പ്, ആളുടെ ഐലൻഡ് എത്രയും തൊട്ട് മുമ്പ് ആളുടെ വോയേജ് വേറെ രീതിയിലേക്ക് പോകും. സോ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കുറേ ഐലൻഡ്സിൽ മൂപ്പരിങ്ങനെ കറങ്ങിയിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവസാനം തിരിച്ച് നാട്ടിലേക്ക് എത്താൻ പറ്റുക. ഈ കാലയളവിൽ ഈ ഒരു വോയേജിൽ ഈ ഒരു അഡ്വഞ്ചറിൽ മൂപ്പർ എന്തൊക്കെ ചെയ്തു, എന്താണ് മൂപ്പറുടെ ആ ഒരു ക്രൂവിന് തന്നെ മുഴുവനായിട്ട് സംഭവിച്ചത് എന്നതായിരിക്കും ഈ സിനിമയിൽ നമുക്ക് മെയിൻലി കാണിച്ചു തരാം. സോ ഞാൻ ഈ പറഞ്ഞ മാറ്റ് ഡേമൻ്റെ ക്യാരക്ടർ ആളുടെ ആ ഒരു വോയേജ് മുഴുവനായിട്ട് നടക്കും. അത് ഈ പല ഐലൻഡ്സിൽ എത്തുമ്പോൾ അവിടെ തന്നെ പല
നമുക്കറിയാം മിത്തോളജിയാണ്. പല പല വെറൈറ്റി ടൈപ്പിലുള്ള മോൺസ്റ്റേഴ്സും ക്രീച്ചേഴ്സും ഒക്കെ ഉണ്ട്. അതിലൊന്നായിട്ടുള്ള മെയിനായിട്ടുള്ള ഒന്നാണ് സൈക്ലോപ്സ് ആയിട്ടുള്ള പോളിഫീമസ്, ഒരു വൺ ഐഡ് ആയിട്ടുള്ള സാധനം. ഇത് ചിലപ്പോൾ നമ്മൾ പലരും ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാനിത് കുറേ എവിടെ കണ്ടിട്ടോ കേട്ടിട്ടൊക്കെ ഉണ്ട്. ആനിമേറ്റഡ് ആയിട്ടോ അങ്ങനെ എന്തോ ചെറിയ കാർട്ടൂൺ ചാനലിൽ എവിടെയൊക്കെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ അഡാപ്റ്റേഷൻ. അന്ന് എനിക്ക് ഈ സംഭവം ഒന്നും അറിയില്ല. ഈ ബുക്ക് വായിച്ചപ്പോഴാണ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. കാരണം ഈ പോളിഫീമസ് എന്ന് പറഞ്ഞ ഈ വൺ ഐഡ് സാധനം ഈ ഒരു ഗുഹയിലുണ്ട്. ഈ ട്രെയിലറിൽ ക്ലിംസിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. സോ ഇവരുടെ ഒരു ക്രൂ ഒരു ഫുഡിന് സപ്ലിമെൻറ്റ്സ് ഒന്നും ഇല്ല. അതായത് ഇത് കുറേ കാലം ഇവരിങ്ങനെ ബോട്ടിലിങ്ങനെ നടക്കുകയാണ് കടലിൽ കപ്പലിൽ കൂടെ. സോ അങ്ങനെ സമയത്ത് ഇവർക്ക് ഫുഡ് ഇല്ലാണ്ട് വരുമ്പോൾ ഇവർ ഈ കേവിലെത്തും. ഈ സാധനം അവിടെ താമസിക്കുന്ന ഗുഹയാണ്. അതിനകത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം വന്ന് ഗുഹ അങ്ങോട്ട് അടയ്ക്കുക. സോ അവരങ്ങോട്ട് പെട്ടും. പിന്നെ അവരുടെ ആ സാധനത്തിൻ്റെ ഡെയിലി ഡിന്നർ ഇവർ ഓരോരുത്തരെ പിടിച്ച് തിന്നുക. രണ്ടുപേരെ വെച്ച് ഡെയിലി പിടിച്ച് തിന്നേണ്ട സെറ്റപ്പ് ഇവർക്ക് അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു പോർഷനിൽ കാണിച്ചു തരാം. അത് മാത്രമായിട്ട് ഐ തിങ്ക് ഒരു സിനിമയായിട്ടോ അത് മാത്രമായിട്ട് ഒരു ചെറിയ ആനിമേറ്റഡ് സീക്വൻസുകളോ അങ്ങനെ എന്തൊക്കെയോ സിനിമയായിട്ടോ ചെറിയ ആനിമേറ്റഡ് ഫിലിമായിട്ടൊക്കെ തന്നെ ഉണ്ട്. ഈ പോളിഫീമസ് ഈ സൈക്ലോപ്സിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഈ ഒഡീസസും ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയായിരിക്കും അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. എന്നാൽ അത് കഴിഞ്ഞ് ഇതേപോലെ പല പല ഐലൻഡ്സിലേക്ക് ഇവർ പോകും. സൈറൻസിനെ കാണും. ഈ പറയുന്ന സെർസിയെ കണ്ടുമുട്ടും. സെർസിയായിട്ടൊരു ലവ് ഇൻട്രസ്റ്റ് വരും ഈ ഒരു ക്യാരക്ടറിന്. സോ പിന്നീട് അങ്ങോട്ട് ഈ സെർസി കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ സെർസി എങ്ങനെയാണ് ഈ സെർസി എന്ന് പറഞ്ഞൊരു വിച്ച് ക്രാഫ്റ്റ് അറിയുന്ന ഒരു ഗോഡസാണ്. ഒരു ഗ്രീക്ക് ഗോഡ് തന്നെയാണ്. പക്ഷേ ഈ വിച്ച് ക്രാഫ്റ്റ് കാരണം ഈ സെർസിനെ എല്ലാവരും ഇങ്ങനെ മാറ്റി വെച്ചിരിക്കണം. ബാക്കി എല്ലാ ഗോഡസൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് മാത്രം ഒരു ഔട്ട്കാസ്റ്റ് പോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന സെർസി. സോ സെർസിനെ എല്ലാവരും ഇങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. സെർസിയായിട്ടൊരു ലവ് ഇൻട്രസ്റ്റ് ഈ ഒരു ക്യാരക്ടറിന് വരും ഒഡീസസിന്. പക്ഷേ ഒഡീസസിനെ നാട്ടിലെത്തിക്കാൻ സെർസി സഹായിക്കും. അതിൻ്റെ ഇടയിൽ അണ്ടർവേൾഡിലേക്ക് ഈ ഒരു ക്യാരക്ടർ പോകും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ദെൻ തിരിച്ച് സില എന്ന് പറഞ്ഞ് വരുന്ന വഴി സില ഒരു ഡ്രാഗൻ്റെ ഇടയിൽ പെടും. അത് സിലയൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഒരു 6 ഹെഡഡ് ഡ്രാഗൺ എന്നൊക്കെ കുറേ നമ്മൾ ഈ ഗ്രീക്ക് മിത്തോളജിയിൽ കേൾക്കുന്ന കുറേ സാധനങ്ങളാണ്. ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഈ ക്രൂവിനൊക്കെ എന്ത് സംഭവിക്കും. ദെൻ വേറൊരു ഐലൻഡിലെത്തുമ്പോൾ അവിടെ കലിപ്സോ എന്നൊരു ക്യാരക്ടർ. ഈ കലിപ്സോ ഒക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർ ഈ ഗ്രീക്ക് മിത്തോളജിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അറിയുന്നവർക്ക് ഫാൻറ്റസി സിനിമകളും സീരീസുകളൊക്കെ കാണുന്നവർക്ക് ഒരു പക്ഷേ ഈ കലിപ്സിനൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ കലിപ്സിൻ്റെ അടുത്ത് പെടും. അവിടെ പോയി ലോക്കാവും. പിന്നെ അത് കഴിഞ്ഞ് ഒരു തരത്തിൽ നാട്ടിലെത്തി കഴിയുമ്പോൾ അവിടെയും കുറേ ഇഷ്യൂ ഉണ്ട്. ഈ അമ്പ് വിടുന്ന പരിപാടി, മറ്റേ ടൂർണമെൻറ്റും അങ്ങനത്തെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. സോ അതാ ഞാൻ പറഞ്ഞത്. ഞാനിതിൽ സ്പോയിലർ ആക്കുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു എപ്പിക് ജേണിയാണ് ഇതിൽ നടക്കുക. അതിനൊരു ഇനീഷ്യൽ പോർഷനാണ് ഈ പറയുന്ന ട്രോയ് എന്ന് പറഞ്ഞ പടത്തിൽ നമുക്ക് കാണാം. അതിൽ ഈ പറഞ്ഞ പോലെ ഫാൻറ്റസി എലമെൻറ്റ്സ് ഒന്നുമില്ല. അവിടെ നടക്കുന്ന ഒരു ട്രോജൻ വാർ, അറൗണ്ട് ഒരു 10 വർഷത്തിനടുത്ത് കാലയളവിൽ നടക്കുന്ന ഒരു ട്രോജൻ വാറാണ് ട്രോയ് എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടർ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ നടക്കുന്ന അഡ്വഞ്ചേഴ്സും ഇത് ഈ ഒരു പടത്തിനകത്ത് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ അടങ്ങുന്ന ഒരു പടത്തിനകത്ത് എങ്ങനെ എല്ലാം കൂടി കാണിക്കാൻ മൂപ്പര് പോകുന്നു എന്നതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. അതിൽ തന്നെ CGI അധികം യൂസ് ചെയ്യാത്ത ആളാണ് ഈ നോളൻ. ആളെങ്ങനെയാണ് ഈ 6 ഹെഡഡ് മോൺസ്റ്ററിനെയും ഈ പറയുന്ന വൺ ഐഡ് ആയിട്ടുള്ള സൈക്ലോപ്സിനെയും ഈ സൈറൻസിനെയും അവർ ഈ പാട്ട് പാടുന്ന സാധനങ്ങളാണ് ഈ സൈറൻസ്. അവരുടെ ഈ പാട്ട് പാടി അത് നല്ല രസമാണ്. ഇതിൻ്റെ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ ഒരു കുട്ടികൾക്ക് പറയേണ്ട അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു കഥയാണ്. അതിന് ഭയങ്കര സീരിയസ് മോഡിൽ എങ്ങനെയാണ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടത്. ആൻഡ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഐമാക്സിലാണ് ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റയർ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള. ഐമാക്സിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഈ അടുത്ത് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഈ കാണുന്നതൊന്നും ഐമാക്സിൽ എൻ്റയർലി ഷൂട്ട് ചെയ്ത പടങ്ങളല്ല. ചിലപ്പോൾ കൺവേർട്ട് ചെയ്തതായിരിക്കും. ചില സീക്വൻസുകൾ മാത്രമായിട്ട് ഐമാക്സ് ക്യാമറയിൽ ഷൂട്ട് ചെയ്യും. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഐമാക്സ് ക്യാമറ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവതാറിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ സ്പെഷ്യലായിട്ടുള്ള പുതിയൊരു ഐമാക്സ് ക്യാമറ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റയർലി ഐമാക്സിൽ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് എന്നൊക്കെ കുറേ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഐമാക്സ് വാച്ചിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ആൻഡ് ഈ ഗ്രീക്ക് മിത്തോളജി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതിൻ്റെ അഡാപ്റ്റേഷൻ. ഇതേപോലത്തെ കുറേ സാധനം ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിനെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ. ആൻഡ് ഈ ഒരു ഒഡീസസിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഹോമർ എഴുതിയിട്ടുള്ള ഈ ഒഡീസി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒഡീസസിൻ്റെ കഥയെ ബേസ് ചെയ്ത് തന്നെ ഒരുപാട് വേറെ അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ആനിമേറ്റഡ് മൂവീസ് ഉണ്ട്, പഴയ സിനിമകളുണ്ട്, ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻസ് ഉണ്ട്, അതിന് തന്നെ സീരീസ് അഡാപ്റ്റേഷൻസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞില്ലേ അതിലെ ഏതോ ഒന്നാണ് ഈ പറയുന്ന ഒരു ഒറ്റക്കണ്ണുള്ള സാധനത്തിൻ്റെ ഇടയിൽ വഴിപ്പെട്ടിട്ട് അവർ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ കാണിക്കുന്ന ഒരു പരിപാടി അതിലൊക്കെ ആയിരുന്നു. സോ ഇങ്ങനത്തെ കുറേ അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പുതിയ അഡാപ്റ്റേഷനാണ് ഇപ്പോൾ മുപ്പര് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി റാഫൈൽസിൻ്റെ ദ റിട്ടേൺ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. അത് ഞാനും പറഞ്ഞ പോലെ ഈ ഒഡീസസ് ഈ വോയേജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ നാട്ടിൽ ഈ ഭാര്യനും മകനെയും കാണാൻ വേണ്ടിയിട്ടാണ് മുപ്പര് വരുന്നത് തന്നെ. അവിടെ വെച്ച് എന്താ നടക്കുന്നത് എന്നുള്ളതാണ് ഈ റിട്ടേൺ എന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം 2024 പുറത്തിറങ്ങിയ പടമാണ്. സോ ഇവിടെ എത്തിക്കഴിഞ്ഞ ഒരു ഈ കുറേ
വേണ്ട ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സാധനം എല്ലാം ഞാനീ പറഞ്ഞ പോലെ എനിക്കറിയാത്തതാണ്. ഇതെല്ലാം കൂടി എങ്ങനെയായിരിക്കും ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റുക? അത് ചില പോർഷൻസ് മാത്രമായിരിക്കും. ചിലപ്പോൾ ഈ വോയേജ് മാത്രമായിരിക്കും. ഈ ഇത് എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നത് എനിക്ക് ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് തന്നെയുണ്ട്. സോ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അത് കാണാനാണ് എനിക്ക് കൂടുതലായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളത്. മൂപ്പര് അതെങ്ങനെയാണ് ചെയ്യാൻ പോണത്, ഇതിൽ ഏതൊക്കെ ആസ്പെക്റ്റുകൾ, ഏതൊക്കെ എലമെന്റ് മൂപ്പര് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ